ഈ ക്യാഷ് വാങ്ങിയേ പറ്റൂ. ഇത് വാങ്ങുന്നതില് ആത്മാഭിമാനം പണയം വെച്ചു എന്നൊരു തോന്നൽ ഉണ്ടാവേണ്ട കാര്യമേ ഇല്ല. ശ്രീയുടെ പഠിത്തത്തില് ഹരീഷിനുള്ള ഉത്തരവാദിത്വം തന്നെ എനിക്കുണ്ട്. അതുകൊണ്ട് കൂടുതലൊന്നും പറയണ്ട, ഇത് വാങ്ങണം. ശ്രീ, അത് വാങ്ങിക്കാം. വാങ്ങിച്ചോ? രാജു, ഞാനിവിടെ വെയിറ്റ് ചെയ്യാം. എനിക്ക് ഫ്രൈഡ് റൈസ് കഴിക്കാൻ ഭയങ്കര കൊതി. ഒന്ന് വാങ്ങിക്കൊണ്ട് വരുമോ? മാഡം ഇപ്പോഴല്ലേ കഴിച്ചത്? അതെ, പക്ഷെ ഹരീഷിനോട് ഡയലോഗ് അടിച്ചടിച്ച് അതൊക്കെ എപ്പോഴേ ജയിച്ചു പോയി. ഒന്ന് പോയി വാങ്ങിക്കൊണ്ട് വരുമോ? ശരി ശരി ശരി. രണ്ടെണ്ണം. ശരി. ശ്രീ, നീ നന്നായി പഠിക്കുന്നുണ്ടല്ലോ അല്ലേ? ഉണ്ട് ഋതു. നിന്റെ ഫ്രണ്ട്സ് ഒക്കെ ഭയങ്കര പരാതിയാ. എന്തിന്? അവരെല്ലാവരും വിളിച്ചിട്ടും നീ ഫോൺ എടുത്തില്ലെന്നാ പറയുന്നത്. എനിക്ക് മടിയായിട്ടാ ഋതു. നീ അങ്ങനൊന്നും ചിന്തിക്കണ്ട. നിന്റെ കല്യാണം കഴിഞ്ഞു എന്നറിഞ്ഞ് അവരെല്ലാരും ഭയങ്കര ഹാപ്പിയാ. നീ അവരോടൊക്കെ ഒന്ന് വിളിച്ച് സംസാരിക്കണം. ശരി ഋതു. സത്യം പറഞ്ഞ നിന്റെ കല്യാണം മുടങ്ങിയത് ഞാൻ കാരണോ? എനിക്ക് നല്ല ആഗ്രഹം ഉണ്ടായിരുന്നു നിങ്ങളുടെ കല്യാണം നടത്തിക്കണമെന്ന്. എന്തായാലും നിങ്ങൾ കല്യാണം കഴിച്ചു, ഇപ്പൊ സന്തോഷത്തോടെ ജീവിക്കുന്നു. എനിക്കത് മതി സന്തോഷിക്കാൻ. ഇതേ സന്തോഷത്തോടെ ജീവിതകാലം മുഴുവനും നിങ്ങൾ ജീവിക്കണം. ഒന്നിനും ഒരു കുറവും ഉണ്ടാകരുത്. എന്തെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ എന്നെ വിളിച്ചറിയിക്കാൻ മടിക്കരുത്. എപ്പം വേണമെങ്കിലും എന്താവശ്യത്തിനാണെങ്കിലും എന്നെ വിളിക്കാം കേട്ടോ. അച്ഛനമ്മയെ കാണാറുണ്ടോ? ഇല്ല, ഇടയ്ക്ക് രമ്യയെ കാണും. പക്ഷെ ഇപ്പോഴും രമ്യക്ക് ചെറിയ ശത്രുതയുള്ളതുപോലെ എനിക്ക് തോന്നുന്നത്. അതിന് രമ്യയെ കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല. രമ്യയുടെ മനസ്സിലുണ്ടായിരുന്ന ആഗ്രഹത്തിന് ഞാനായിരുന്നല്ലോ തടസ്സം. അതൊക്കെ ആരുടെയും കയ്യിൽ നിയന്ത്രണം കിട്ടാത്ത കാര്യങ്ങളല്ലേ. ആരാരുടെ കൂടെ ജീവിക്കണമെന്ന് തീരുമാനിക്കുന്നത് ദൈവോ. അതിനെതിരായിട്ട് ആരെത്രയൊക്കെ പരിശ്രമിച്ചാലും നടക്കില്ല. വിധിച്ചത് മാത്രമേ നടക്കൂ. ഫ്രൈഡ് റൈസ് റെഡി. എന്നാ ഞങ്ങൾ ഇറങ്ങട്ടെ. അല്ല, ഋതികയ്ക്ക് വിശക്കുന്നു എന്ന് പറഞ്ഞിട്ടല്ലേ വാങ്ങിച്ചത്? എന്നിട്ട് കഴിക്കാതെ പോവാണോ? ഇത് നിങ്ങൾക്ക് വേണ്ടി വാങ്ങിയത്. അത് പറഞ്ഞ നിങ്ങളത് സമ്മതിക്കില്ല എന്ന് അറിയാവുന്നത് കൊണ്ട് എനിക്ക് വിശക്കുന്നു എന്ന് പറഞ്ഞ് രാജുവിനെ കൊണ്ട് വാങ്ങിപ്പിച്ചത്. നിങ്ങൾ കഴിക്കേ, വിശന്നിരിക്കില്ലേ രാവിലെ മുതൽ. എന്നാ പിന്നെ ഞങ്ങൾ ഇറങ്ങുന്നു. പോട്ടെ മോളെ. ശരി ഏട്ടാ. ഹരീഷേ, പോട്ടെ. ശരി ശരി മോളെ.